രസമുണ്ട് കേട്ടോ, പടം കണ്ടിരിക്കാൻ പ്രത്യേക രസമുണ്ട്, അടിപൊളിയാണ്. അശോകന്റെ അഭിനയം വേറെ രക്ഷയില്ല. നല്ല രസമുള്ള പടം, ത്രില്ലറാണ്, സൂപ്പർ കോമഡി, നല്ല സസ്പെൻസുള്ള മൂവിയാണ്. എല്ലാവരും കൊള്ളായിരുന്നു, എല്ലാവരും ഈക്വലി കൂടെ ആയിരുന്നു. ആദ്യമായിട്ട് ബാലു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് നല്ല രസമുണ്ടായിരുന്നു. അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ എന്നിവർ തകർത്ത് അഭിനയിച്ച എന്ന് സ്വന്തം പുണ്യാളൻ ഇന്ന് തിയേറ്ററുകളിൽ റിലീസായിരിക്കുകയാണ്. എന്താണ് പ്രേക്ഷക വിധി എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അനശ്വര അടിപൊളി, അർജുൻ ഓൾവേസ് അടിപൊളിയാണ്, ബാലു വർഗീസ് തകർത്ത് പൊളിച്ചിട്ടുണ്ട്. മൂവി നല്ല രസമായിരുന്നു, ലൈക്ക് കോമഡിയും ത്രില്ലറും എല്ലാം വെച്ചിട്ട് എനിക്ക് ഒരു ഫേവറേറ്റ് മൂവി പോലെയാണ്. താങ്ക് യു, നന്നായിരുന്നു. ബിഗ് സ്ക്രീനിലെ എക്സ്പീരിയൻസ് തുടങ്ങിയിട്ട് വർഷം അത്രയായി. ഇപ്പൊ പുതിയ നന്നായിട്ടുണ്ട്, നന്നായി ചെയ്തുകൊണ്ടാണ് എൻ്റെ വിശ്വാസം. നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. സബ്ജക്റ്റ് കൊള്ളാം, നന്നായിട്ട് എടുത്തിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവരും കൊള്ളാം. അനശ്വര ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ, നമുക്ക് ചെയ്യാത്തൊരു കാര്യം. അതെ അനശ്വരൻ, ബാലും എല്ലാവരും നന്നായിട്ടുണ്ട്. അതെ നല്ല സന്തോഷമുണ്ട് വീണ്ടും. അപ്പം സിനിമ എല്ലാരും പോയി കാണാം. ആണോ? നിങ്ങള് പറ. എന്താ? താങ്ക് യു. ഇപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി കാണാൻ പടം. ഓക്കെ, അപ്പുറത്തെ രേഖാചിത്രം പോയി കാണാം, ഇതും കാണാം. ഓക്കെ, ബൈ. എല്ലാ അഭിനേതാക്കളും ഒന്നിനൊന്ന് മെച്ചമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഡയറക്ടറുടെ മികവ് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. ആദ്യത്തെ പടം എന്നുള്ളതല്ല, ആക്ച്വലി ഒരു 100 പടം ചെയ്തൊരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യും ക്യാമറയിൽ അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീനിൽ. അതുപോലെ ക്യാമറയുടെ വർക്ക് നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. അതിൻ്റെ സെറ്റ് ആർട്ട് വർക്ക് എല്ലാം തന്നെ, കളറിങ് എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമായിട്ട് നിൽക്കുന്നുണ്ട്. അനശ്വരയാണെങ്കിലും ഒരു ഡിഫറെന്റ് ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കുറേ അധികം ഫൈറ്റ് സീൻസും അതേപോലെ ഒരു എക്സികൻട്രിക് ഫീൽ ആയിരുന്ന ഒരു കഥാപാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പടം കണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പം കോട്ടയത്ത് നിന്നൊക്കെയുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്, എല്ലാം ഹൗസ്ഫുൾ ആയി എന്നുള്ളത് സന്തോഷം, അറിഞ്ഞതിൽ സന്തോഷം. ഫാമിലിയായിട്ടൊന്ന് കാണാൻ പറ്റിയ സിനിമയായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു, എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും ചെറിയ ടെൻഷനും ഉണ്ടാവും, പക്ഷേ എന്നാൽ നല്ല രസമുള്ള രീതിയിലാണ് ഈ കഥ പറഞ്ഞു പോയേക്കുന്നത്. സോ ഇതെന്തായാലും തിയേറ്ററിൽ കാണണം, നല്ല രസമുണ്ട്. അനശ്വര അടിപൊളിയുണ്ട്. ബാലു അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത്. ആക്ച്വലി ബാലുവിനല്ല ഞാൻ അവിടെ കണ്ടത്, ശരിക്കും ആ ഫാദർ തോമസിനെയാണ് നമ്മൾ കണ്ട്. അപ്പോൾ നല്ല രസമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. ആദ്യമായിട്ട് ബാലു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. സോ നല്ല രസമുണ്ടായിരുന്നു. പടം നല്ല ഫാമിലി ആയിട്ട് വന്ന് കാണാം, അടിപൊളി പടമാണ്. ഐശ്വര്യ രാജയൊക്കെ അടിപൊളിയായിട്ട് പിടിച്ച് നല്ല നൈസ് പടമാണ്. എല്ലാരും വന്ന് കാണട്ടെ, അടിപൊളി ആവട്ടെ. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ വേറെ മൂടാ, അടിപൊളിയാണ്. അത് ഒറിജിനലി പുണ്യാളനാ, അടിപൊളിയാണ്. അശോകന്റെ അഭിനയം വേറെ രക്ഷയില്ല, വേറെ ഇതാണ്. പടം നല്ല രസമല്ലേ കണ്ടിരിക്കാൻ, പടം നല്ല രസമാണ് കണ്ടിരിക്കാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല എല്ലാ അർത്ഥത്തിലും നല്ലതാണ് പടം. നന്മയുണ്ട്, ആളുകൾക്ക് ആസ്വദിക്കാനുണ്ട്, കാഴ്ചക്ക് ഭംഗിയുണ്ട്, ഫ്രെയിമൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം സ്ക്രിപ്റ്റിന് ഒരു വ്യത്യസ്തതയുണ്ട്, മേക്കിംഗ് നല്ലതാണ്, എല്ലാ അർത്ഥത്തിലും നല്ലതാണ്. നമ്മൾ ഈ ഡബിങ്ങിനൊക്കെ നിൽക്കുമ്പോൾ കാണുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. മഹേഷ് മധു എന്ന ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും അർജുൻ അശോകന്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം. പിന്നെ ബാലു വർഗീസൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു. ഏതായാലും മഹേഷ് എന്നുള്ള ഡയറക്ടർ അദ്ദേഹം ഉദ്ദേശിച്ചതിൽ അപ്പുറം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാലുചേട്ടന്, അനശ്വര, അർജുൻ അശോകൻ സാർ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്, എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന സിനിമയാണ്. എല്ലാവരുടെയും ആക്ച്വലി നമ്മൾ ഇതുവരെ കാണാത്ത കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ്. ഇപ്പം അർജുൻ അശോകനെ ആണെങ്കിലും ഇങ്ങനെ ഒരു വേഴ്സറ്റൈൽ ക്യാരക്ടറിൽ ഭയങ്കര രസമായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അതെ, ഓരോ ക്യാരക്ടേഴ്സും നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ട്വിസ്റ്റ് അത് എനിക്ക് തോന്നുന്നു ഡിപ്പെൻസ്, ഓരോരുത്തരുടെ ബേസ് ചെയ്തിരിക്കും. എനിക്ക് പേഴ്സണലി ട്വിസ്റ്റ് പ്രഡിക്റ്റബിൾ ആയിരുന്നില്ല. മൂവി നല്ല രസമായിരുന്നു, ലൈക്ക് കോമഡിയും ത്രില്ലറും എല്ലാം വെച്ചിട്ട് എനിക്ക് ഒരു ഫേവറേറ്റ് മൂവി പോലെയാണ്. അനശ്വര ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ആക്ടിങ് ഒക്കെ സൂപ്പറാണ്, ലൈക്ക് എല്ലാവരും ആക്ടിങ്ങിൽ സൂപ്പറാണ് ചെയ്തത്. പിന്നെ സോങ്സ് നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. ഫാമിലി മൂവിയാണ്, എല്ലാവരും പോയി കാണണം. നല്ല സിനിമയായിരുന്നു, കണ്ടു കഴിഞ്ഞ് ഇറങ്ങേ ഉള്ളൂ. എല്ലാവർക്കും ധൈര്യമായിട്ട് വന്ന് കാണാം. കോമഡി ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, നല്ലൊരു മൂവിയാണ്.
എല്ലാവരും അടിപൊളിയാണ്. അർജുന അശോകൻ അടിപൊളി, ബാലു സൂപ്പർ, എല്ലാവരും അനശ്വരൊക്കെ നല്ലതാണ്. വെറൈറ്റി കഥാപാത്രമാണ്. രസമുണ്ട് കേട്ടോ, പടം കണ്ടിരിക്കാൻ പ്രത്യേക രസമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നി ഇവർ മൂന്നുപേരുള്ള കോംബോ സീനുകളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് പോകുന്നത്. എക്സ്പെഷ്യലി രോമാറ്റത്തിന് ശേഷം അതിലേക്ക് ആ ഒരു വേ ഓഫ് മേക്കിംഗ് ആണ് അർജുന അശോകനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ. അപ്പോൾ പുള്ളി അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അനശ്വര ആണെങ്കിലും ബാലു വർഗീസ് ആണെങ്കിലും അവരവർക്ക് കൊടുത്തിരിക്കുന്ന റോളിൽ അവർ പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ആ കഥ പറഞ്ഞു പോകുന്ന പശ്ചാത്തലം എനിക്കൊന്ന് ഇടുക്കി ബേസ്ഡ് ഒക്കെയാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ കണ്ടിരിക്കാനൊരു ഭംഗിയുണ്ട്. പിന്നെ ബാക്കി വന്നേക്കുന്ന റോളുകളെല്ലാം പെർഫെക്റ്റ് ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ച് നോർമലായിട്ടൊക്കെ തോന്നാം, ഫീൽ നോർമലി പോകുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ കൂടി നമുക്ക് കുറച്ചും കൂടി സീറ്റ് എഡ്ജിങ് ആയിട്ടൊക്കെ തോന്നും. കാരണം കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് എൻഗേജ് ചെയ്യും, ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യും ഓഡിയൻസിനെ. കാരണം എന്താണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ട കുറേ കാര്യങ്ങളൊക്കെ ഒരു കോറ് സെക്കൻഡ് ഹാഫിൽ റിവീൽ ആകുന്നുണ്ട്. കുറേ ട്വിസ്റ്റും ടേൺസും ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ടേൺ വരുന്നു. എന്താണ് കുറേ ഭയങ്കര ആകാംക്ഷയായിട്ട് കുറേ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. കൊള്ളാം. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ ചെയ്യുമ്പം ആൾക്കാരെ അത് അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഭയങ്കര രസമാണ്. ഇത് ക്രൂവിൻ്റെ കൂടെ ഇരുന്ന് ഫസ്റ്റ് ഇങ്ങനെ പടം കാണാൻ പറ്റിയ ഭയങ്കര സന്തോഷം. അപ്പം പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ഫാൻറ്റസി കോമഡി പടമാണ്. ഭയങ്കര ഒരു 2 മണിക്കൂർ എല്ലാവർക്കും അവരുടെ വിഷമങ്ങളൊക്കെ മാറി സന്തോഷമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന പടമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. വളർന്നു വരുന്നത് നമ്മുടെ ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ ആണ് കേട്ടോ. എല്ലാവരും സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അതെ 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 അതെ. എന്ന് സ്വന്തം പുണ്യാളൻ വ്യത്യസ്തത നമ്മൾ ആ ഒരു ട്രെയിലറിലൊക്കെ കണ്ടല്ലോ. അർജുന അശോകന്റെ ആ ഒരു ഗെറ്റപ്പും അതെങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി. നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറാണ്. സാധാരണ സിനിമകൾ നമ്മൾ ആ പേര് കാണുമ്പോൾ നമ്മൾ അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു സസ്പെൻസും ഒരു വെറൈറ്റി ആയിട്ടും എനിക്ക് തോന്നിയത്. അവസാനം ഇനി ഇയാൾ പുണ്യാളനാണോ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ ടൈറ്റിലിൽ തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു റോള് അർജുന അശോകൻ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളായിരുന്നു, നൈസായിരുന്നു. മൊത്തം ടോട്ടൽ കോണ്ടാക്ട്സ് ഒക്കെ അടിപൊളി ഉണ്ടായിരുന്നു. പടം അടിപൊളിയാണ്, നല്ല എൻ്റർടൈനിങ് ആണ്, നല്ല കോമഡി ഉണ്ട്. പിന്നെ അനശ്വര രാജൻ്റെ അടിപൊളി ഒരു ഫൈറ്റ് ഉണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തത് എല്ലാവരും. അതെ, പ്രചോദനം എന്താ വെച്ചാൽ ആ ഒരു കോസ്റ്റ്യൂം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ക്യാരക്ടറാണെന്ന് തോന്നി. ത്രില്ലറിന് ഞാൻ പറയുന്നില്ല, ഒരു കോമഡി ട്രാക്കിലൂടെ പോയി ഹിസ്റ്ററി റിലേറ്റഡ് ഒരു മിസ്റ്ററി അത് കോമഡി ട്രാക്കിലൂടെ ആരംഭിച്ച് സഭ റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് ജസ്റ്റ് ഓക്കെ ആയിരുന്നു. എവിടേക്കോ ഒരു അടിയപ്പിയായ കുട്ടി വൈബ് ഫീൽ ചെയ്യണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ഒരു എക്സ്പ്രഷൻ ഒന്നും വേണ്ട, പക്ഷേ ഇറ്റ്സ് എ ഗുഡ് വൺ. ആർട്ട് വർക്ക് നല്ലായിരുന്നു, പ്രത്യേകിച്ച് ക്ലൈമാക്സ് റിലേറ്റഡ് സംഭവങ്ങളൊക്കെ. മൊത്തത്തിലൊരു സിമ്പിൾ ക്യൂട്ട് മിസ്റ്ററി ത്രില്ലർ.